നമ്മുടെ പാലാരിവട്ടം ബൈപ്പാസിൽ കൂടെ വെറുതെ ഇങ്ങനെ വയറ്റിലേക്കുള്ള വഴിക്ക് വെറുതെ നടക്കുക. അപ്പോൾ ഉള്ള കുറേ കാഴ്ചകളാണ്. എന്തോരം വണ്ടിയാണെന്ന് ചെയ്യും. തിങ്കളാഴ്ച കാലത്താണ്, ഏകദേശം ഒരു 9:30 മണിയായിട്ടുണ്ട്. ആ സമയത്ത് എടുത്ത് കാഴ്ചകളാണ്. ശരിക്കും ഒരു മെട്രോ സിറ്റിയുടെ അതായത് സ്റ്റൈൽ ശരിക്കും നമ്മുടെ എറണാകുളത്തിന് വന്നിട്ടുണ്ട്. കേരളത്തിലെ പുറത്തെങ്കിൽ ഒരു ടൗണിൽ കൂടെ നടക്കുന്ന ഒരു പ്രതീതിയാണ്. ഇവിടെ ഇഷ്ടംപോലെ തണൽ മരങ്ങളുണ്ട്. അതുകൊണ്ട് കുറച്ചൊന്നും നടക്കുന്നതിനും വലിയ വെയിലൊന്നും നമ്മളെ അഫക്റ്റ് ചെയ്യില്ല. എന്തോരം കച്ചവട സ്ഥാപനങ്ങളാണെന്ന് നോക്കി, കെട്ടിടങ്ങളും. ഒരു കാലത്ത് ഇതൊക്കെ വളരെ ഒരു സാധാരണ രീതിയിൽ കിടന്ന സ്ഥലങ്ങളായിരുന്നു. ഒരു പക്ഷേ വിതച്ചുകൊണ്ടിരുന്ന പാടങ്ങൾ വരെ ഇതിലുണ്ടായിരുന്നില്ല ഈ സൈഡിലൊക്കെ. കാഴ്ചകളൊക്കെ മാറ്റി മൊത്തം സിറ്റിയുടെ കാഴ്ചകളാണ്. ബൈപ്പാസാണെന്ന് പറഞ്ഞു ഇതുവരെ നടക്കാതെ വെച്ചു. കുറേ വലിയ കെട്ടിടങ്ങൾ, പുതിയ കാലത്തിൻ്റെ കാഴ്ചകളാണ് മൊത്തം. കണ്ടോ ഇവിടെയൊക്കെ ശരിക്കും മുഴുവൻ മരങ്ങളിലും അധികം മഴമരങ്ങളാണ്. പിന്നെ വേറെ മരങ്ങളുണ്ട്, അധികം പക്ഷേ മരങ്ങളാണ്. ഈ മരം മുട്ടിന് ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റുകളുണ്ട്. അതുപോലെ വലിയ ബിൽഡിങ്ങുകൾ. ഹോളിഡേ എന്ന് പറഞ്ഞ വലിയൊരു ഹോട്ടലാണെന്ന് എനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പേര് വരാൻ സാധ്യതയില്ല. അതല്ല, മംഗളം ടവേഴ്സ് എന്ന് പറഞ്ഞ അപ്പാർട്ട്മെൻറ്റുകൾ. റോഡുകളൊക്കെ അത്യാവശ്യം ക്ലീനാട്ടോ. പിന്നെ ഈ കുറേ ഒഴിഞ്ഞു വീഴുന്ന പൂക്കൾ ഇലകളൊക്കെ ഉള്ളു. വേറെ മാലിന്യങ്ങളൊന്നും ഇപ്പോൾ ഇവിടെ കാര്യമായിട്ട് കാണുന്നില്ല. ചില സ്ഥലത്തൊക്കെ അവിടെയൊക്കെ ചില സാധനങ്ങൾ, പ്ലാസ്റ്റിക് പ്രശ്നങ്ങളൊക്കെ കൂടി കിടപ്പുണ്ടെന്നുണ്ട്. അല്ല, വാഗയുണ്ട്, അതുപോലെ തന്നെ ആൽമരങ്ങളുണ്ട്. പിന്നെ ഇടയ്ക്ക് ഓരോ പുളിയും മാവും ഒക്കെ നിൽപ്പുണ്ട്. കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു നിർഭാഗ്യകരമായിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു. എല്ലാവർക്കും അറിഞ്ഞാണ്. ഒരു KSRTC ബസ്സിൻ്റെ പുറകിൽ KSRTCയുടെ സ്കാൻഡിയ ബസ് ഒന്ന് ഇടുക്കി 2 യുവാക്കൾ സ്പോട്ടിൽ പോവുകയും ചെയ്തായിരുന്നു. അവിടെ അടുത്താണ്. ഏതായാലും ഈ ഫ്രണ്ടിലായിട്ട് ആ ഓർഡിനറി ബസ് അവിടെ ഇട്ടിട്ടുണ്ട്. വെച്ചാൽ ഈ ബോർഡുണ്ടോ, ഡ്യൂ ടു കൺസ്ട്രക്ഷൻ വർക്ക് ഓഫ് ഓർബിറ്റ് ഓൺ അരൂർ തുറവൂർ നാഷണൽ ഹൈവേ ദി മൂവ്മെൻറ്റ് ഓഫ് വെഹിക്കിൾസ് 4 meters in height is strictly prohibited and said vehicles should take U-turn via MC road. അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അവിടെ. 4 മീറ്റർ കൂടുതലുള്ള വണ്ടികൾ, ഒക്കെ ഉള്ള വണ്ടികൾ ഹൈവേ വഴി പോരുത്. അത് MC റോഡ് വഴി പോകണമെന്നാണ് എഴുതിയത് അവിടെ. അരൂർ തുറവൂർ മറ്റേ ഫ്ലൈ ഓവറിൻ്റെ പണി നടക്കുന്നുണ്ട്. ഞാൻ നടന്ന് ഏകദേശം വൈറ്റിലെത്താറായി. ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടോ, നല്ല പ്രൊഫഷണൽ ബിൽഡിങ്ങാണ്. ഞാൻ വൈറ്റിലേക്കുള്ള ആ റെയിൽവേ ഫ്ലൈ ഓവറിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മുകളിലേക്ക് കയറി ഞാൻ. ഇവിടെ റോഡ് സ്വല്പം പൊക്കത്തിലാണ്. അതുകൊണ്ട് കടവന്ത്ര എറണാകുളം ഭാഗത്തേക്കുള്ള ഫ്ലൈ ഓവർ ഉപയോഗിക്കുക. അതായത് കടവന്ത്ര എറണാകുളം ഭാഗത്തേക്കുള്ള പോണ വണ്ടികൾ ഫ്ലൈ ഓവർ കയറി ഇറങ്ങി അപ്പുറം പോയി റൈറ്റ് ഹാൻഡ് എടുത്ത് പോകണമെന്നാണ് എഴുതി വെച്ചേക്കുന്നത്. കുറേ കാര്യങ്ങളുണ്ട് ഇവിടെ. കുറേ ഫ്ലാറ്റുകളുടെ കാഴ്ചയുണ്ട്. ഇതൊക്കെ പഴയ എറണാകുളത്തിൻ്റെ കുറേ കാഴ്ചകൾ. ഇതുപോലെയൊക്കെ കിടന്ന സ്ഥലങ്ങളാണ് അടിപൊളി കെട്ടിടങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നത്. ഓർബിറ്റ് കട ശരിക്കും റോഡിൽ കട എന്നാൽ നല്ല രീതിയിലുള്ള ട്രാഫിക്കുണ്ട്. കുറേ തണൽ മരങ്ങളുള്ളതുകൊണ്ട് ഹൈവേക്കിടെ ഇപ്പോൾ നടന്നാലും നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഈ ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്ത് മാത്രമേ കുറച്ച് ഇല്ലാത്തേ ഉള്ളൂ.
എച്ചാ ജംഗ്ഷനിലേക്ക് വരുമ്പോൾ ആ ഫ്ലൈ ഓവറിന് തൊട്ട് മുമ്പുള്ള കാഴ്ചകളാണ്. കാരണം ആ മേൽപ്പാലത്തിൻ്റെ അടിവശത്തേക്കാണ് നമ്മൾ പാലത്തേക്കാണ് പറഞ്ഞിട്ട് താഴെയാണ് നമ്മുടെ വൈറ്റില ഹബ്ബുള്ളത്. ഇപ്പോഴും ഇത്രയൊക്കെ ഈ ഒരു ഫ്ലൈ ഓവർ വന്നിട്ട് പോലും ശരിക്കും വൈറ്റിലെ തിരക്ക് അല്ല ബ്ലോക്കൊന്നും പൂർണ്ണമായിട്ട് ഒഴിച്ചിട്ടില്ല. ഇപ്പോഴും ആ സിഗ്നലൊക്കെ അവിടെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വണ്ടികൾ ബ്ലോക്കായി കിടക്കുന്നതിലൂടെ കാണാം. കാരണം ഓവർബ്രിഡ്ജിൻ്റെ അടിവശത്തെ കാഴ്ചകളാണ്. ഇതൊക്കെ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീനായിട്ട് നടക്കണം. വലിയ ചപ്പ് ചവറുകളൊന്നും ഇവിടെ കാണുന്നില്ല. നല്ല ക്ലീനായിട്ടാണ് നടക്കുന്നത്. ഇത് നമ്മുടെ വൈറ്റില ഹബ്ബിലേക്ക് പോകാൻ വേണ്ടിയുള്ള തിരക്കാണ്. ബസ്സുകളൊക്കെ കൃത്യമായിട്ട് റൈറ്റ് സൈഡ് കയറുന്ന പോയില്ലെങ്കിൽ അവിടെ തിരിഞ്ഞിട്ടില്ല. അത്രയ്ക്ക് ചെറിയൊരു വഴിയാണ് അവിടെ ഉള്ളത്. ആ ഒരു ബസ് തിരിഞ്ഞു വന്നതാണ്. പ്രൈവറ്റ് ബസ്സിന് പിന്നെ കേസ് നീട്ടം കുറവായതുകൊണ്ട് വലിയ പ്രശ്നമില്ല. KSRTC വരുമ്പോഴത്തേക്കും ശരിക്കും റൈറ്റ് സൈഡ് പിടിച്ചില്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് കയറാൻ പറ്റില്ല. ലെഫ്റ്റ് സൈഡിൽ കാറുകൾ ചെറുവണ്ടികൾ ഇഷ്ടംപോലെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് സിഗ്നൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ബ്ലോക്കായി എല്ലാ വണ്ടിക്കാരും പോയില്ല. KSRTC ബസ് എങ്ങനെയാണ് കയറണമെന്ന് തോന്നുന്നു. വീതി പറഞ്ഞ വഴിയാണ്. ബുദ്ധിമുട്ടുകളിപ്പോൾ കണ്ടിട്ടുണ്ടാവുന്ന കഴിയുന്നു എല്ലാവരും. കാരണം മെട്രോയിലേക്കുള്ള ഹബ്ബിലേക്കുള്ള വഴി തൊട്ട് മുകളിൽ കൂടെ മെട്രോ ലൈൻ പോകുന്നുണ്ട്. ഇത് നല്ല പൊക്കമാണ് ഇവിടെ മെട്രോയ്ക്ക്. വൈറ്റില ഹബ്ബിൽ നിന്ന് പുറത്തേക്ക് ഇറക്കാനായിട്ട് അത് ഞാൻ ആദ്യം കാണിച്ചത് സിഗ്നലിൽ റൈറ്റിലേക്ക് തിരിഞ്ഞ് പോകാൻ വേണ്ടി കിടക്കുന്ന വണ്ടികളാണ്. സിഗ്നലായിട്ടുണ്ട്. അതിനുവേണ്ടി തിരക്ക് പൊട്ടുന്നതാണ് ബസ്സുകളൊക്കെ. അതുകൊണ്ട് വേറെ ഒന്നുമല്ല, പാർക്ക് ചെയ്തൊന്നുമല്ല, പ്രത്യേക അഡ്ജസ്റ്റ്മെൻറ്റിലാണ് നമ്മുടെ വണ്ടി കടന്നു പോകാനായിട്ട്. വൈറ്റില ഹബ്ബിന് പുറത്തേക്ക് ഇറങ്ങി ഹബ്ബിന് മുമ്പിൽ കൂടെയുള്ള റോഡിൽ കൂടെ ഞാൻ കുറച്ച് ഏതായാലും നടന്നു നോക്കാന്ന് വെച്ചാൽ ആ റോഡ് പുതിയതായിട്ടുള്ള റോഡാണ്. ഞാൻ കൂടെ അതൊന്നും എനിക്കറിയില്ല. ആ റോഡിലെ കുറേ കാഴ്ചകളാണ്. വലിയൊരു അപ്പാർട്ട്മെൻറ്റൊക്കെ ഇവിടെ ഉണ്ട്. നമ്മൾ വൈറ്റില ഹബ്ബിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹബ്ബിലെ കാഴ്ചകളിലേക്കാണെങ്കിൽ ഹബ്ബിലേക്ക് കയറി ചെന്ന വയ്ക്കുന്ന ഒരു ഭാരത് BPSC കമ്പനി, അതായത് ഭാരത് പെട്രോളിയം കമ്പനി നടത്തുന്ന അവർ നേരിട്ട് നടത്തുന്ന ഒരു പമ്പാണ്. പിന്നെ ഇഷ്ടംപോലെ ബസ്സുകളിങ്ങനെ. ഇതിൽ ആദ്യം കിടക്കുന്ന ബസ് വടക്ക് സൈഡിലേക്ക്, ഇവിടുന്ന് വടക്ക് സൈഡിലേക്ക്, അതായത് തൃശ്ശൂർ, കൊടുങ്ങല്ലൂർ, പാലക്കാട്, കോഴിക്കോട് സൈഡിലേക്കുള്ള ബസ്സുകളാണ് ആദ്യം കിടക്കുന്നത്. അത് കഴിഞ്ഞ് അപ്പുറം കിടക്കുന്നത് ആലപ്പുഴ മുതൽ തിരുവനന്തപുരം സൈഡിലേക്കുള്ള ബസ്സുകളാണ്. അതിൻ്റെ അപ്പുറം കോട്ടയം സൈഡിലേക്കുള്ള ബസ്സുകളാണ്. അതിൻ്റെ അപ്പുറം മൂവാറ്റുപുഴ സൈഡിലേക്കുള്ള ബസ്സുകളാണ്. പിന്നെ പ്രൈവറ്റ് ബസ്സുകൾ ഇതേപോലെ ഓരോ സ്ഥലത്തേക്കുള്ള പ്രത്യേകം കിടക്കുന്നു. ഇടുക്കി സൈഡിലേക്കുള്ള ബസ്സുകളെല്ലാം KSRTC ബസ്സുകളെല്ലാം പോകുന്നത് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നായിരിക്കും അധികവും. അതേപോലെ തന്നെ പക്ഷേ പ്രൈവറ്റ് ബസ്സുകളൊക്കെ ഇവിടെ നിന്നാണ് പോകുന്നത്. വൈറ്റില ഹബ്ബിലെ കാഴ്ചകളാണ്. വേറെ നിരയായിട്ട് പ്രൈവറ്റ് ബസ്സുകൾ കിടക്കുന്നുണ്ട്. അത് തെക്ക് സൈഡിലായിട്ട് വരുന്നത് വൈറ്റില ഹബ്ബിൻ്റെ. എന്തോരം പ്രൈവറ്റ് ബസ്സുകളാണ് നോക്കി. അതിൻ്റെ ഉള്ളിലെ കുറേ കാഴ്ചകളാട്ടോ. ഇഷ്ടംപോലെ KSRTC ബസ്സുകൾ ഇറങ്ങുന്നുണ്ടാവും. കോട്ടയം, പത്തനംതിട്ട, ഇവിടെ ഈ സൈഡിലേക്കുള്ള മൂവാറ്റുപുഴ സൈഡിലേക്കുള്ള ബസ്സുകളാണ്. അപ്പുറം തിരുവനന്തപുരം സൈഡിലേക്കുള്ള ബസ്സുകളൊക്കെ ഇറങ്ങും. വേറെ എല്ലാ സ്ഥലങ്ങളിലേക്കും ബസ്സുകൾ ഇവിടുന്നുണ്ട്. അതായത് തൃശ്ശൂർ സൈഡിലേക്കുള്ള ബസ്സുകൾ ഇവിടെയാണ്. അപ്പുറം ആണ് തിരുവനന്തപുരം സൈഡിലേക്കുള്ള തൃശ്ശൂർ, മാനന്തവാടി ബസ്സുകളൊക്കെയാണ്. ഗുരുവായൂർ വഴിയാണ് ഈ വേണ്ടി വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ. ഈ ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.